ചെയ്തത് ചന്ദന്റെ വഴി മറ്റേ മുത്തുപ്പാണ്ടിയും റായപുരം പീറ്ററുമാണ് ഗൺ കൊണ്ടുവന്നതെന്നാ പറഞ്ഞത്. മുത്തുപ്പാണ്ടി ഒസാമ ഞാനിവിടെ TV ഉണ്ടാക്കിയതിനേക്കാളും വലിയ അണ്ടർവേൾഡ് ആണല്ലോ ഇവ ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഈ പീറ്റർ അണ്ണന്റെ മുകളിലുള്ള അണ്ണനെ വരെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടാണ് അവന്റെ താഴെയുള്ള നിന്നെ ഞാൻ വിളിച്ചത്. ഇവനെ തല്ലുന്ന കാര്യം ഇവനെ അടിക്കുന്ന കാര്യം ഇവൻ പുറത്ത് പറയാൻ പാടില്ല, മനസ്സിലായ? പിന്നെ ഇത് வேற என்னன்னா ஃபைண்ட் அவுட் பண்ணினா ഈ ഒസാമ கிட்ட போய் സംസാരിച്ചടാ. ഒസാമ ചന്ദ്ര തിരിച്ച് ട്രാക്ல வந்து ஓகே. ഒസാമ வந்து കാണാൻ പറ്റുമോ എനിക്ക്? കാണാം, நம்ம வந்துட்டு ഫുൾ ആയിട്ട് കാണാം ഇപ്പൊ. ഓക്കെ, ഫസ്റ്റ് ഒസാമ എന്നെ സംസാരിച്ച് സ്റ്റീവ് പറഞ്ഞു കൊടുടാ കറക്റ്റ് ആയിട്ട്. അണ്ണാ ഒസാമ പറഞ്ഞു എന്താ അന്ന് കോച്ച് ചന്ദ്രന് ഈ റായപുരം പീറ്ററും കൂടെയാണ് ഒസാമയെ കാണാൻ പോയത് ഡീലിങ്ങിന് മണി ടോപ്പി വെച്ചിട്ട്. അന്ന് കോച്ച് മറ്റേ ശരിക്കും പറഞ്ഞാൽ കോച്ച് ഈ ടർഫ് കളിക്കാൻ നേരത്ത് ഒരു ബിൽഡിംഗ് കൊണ്ടേ വലിഞ്ഞിട്ട് എങ്ങനെ നോക്കാൻ വേണ്ടിട്ട് ആ ബിൽഡിംഗ് മണ്ടേ കയറാൻ നോക്കുമായിരുന്നു. നോക്കിയപ്പം ഇവരകത്ത് സംസാരിക്കുന്ന കോച്ച് കേട്ട്. ഒസാമ നമ്മൾ ചോദിച്ചു, ഒസാമയെ നമ്മൾ വീട്ടിൽ പോയി കണ്ടായിരുന്നു. ഒസാമയെ നമ്മൾ എന്താ പറഞ്ഞു വെച്ചാൽ ഒസാമ ഇങ്ങനെ ഒരു 100 കണ്ണ് നമുക്ക് ഡീൽ ചെയ്യാനുണ്ടെന്ന് ഇത് അങ്ങനെ പറഞ്ഞാൽ പോയത്, അതിൽ ഡൗട്ട് അടിക്കുമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞ് 100 കണ്ണ് നമ്മൾ എടുക്കാം, ബട്ട് ചന്ദന്റെ അന്ന് ഡീൽ ചെയ്യാൻ വന്നത് ഗണ്ണല്ലായിരുന്നു, ആർമർ പോർഷൻ ആയിരുന്നു ചന്ദൻ നമുക്ക് തന്നത് എന്ന രീതി പറഞ്ഞു. എന്നുവെച്ചാൽ ഒസാമേനെ ഓൾറെഡി പൈസ തൊട്ട് ഒതുക്കി നമ്മൾ അന്വേഷിക്കാൻ വരും ഇട്ട് കൊടുക്കുന്ന രീതി ഒസാമയെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇവൻ ഗണ്ണല്ലാതെ ഇനി ആർമർ പോർഷനും ബാക്കിയുള്ള സാധനങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു വെച്ചാൽ ഗൺ ഡീൽ ചെയ്തത് ചന്ദന്റെ വഴി മറ്റേ മുത്തുപ്പാണ്ടിയും റായപുരം പീറ്ററുമാണ് ഗൺ കൊണ്ടുവന്നതെന്നാ പറഞ്ഞത്. മുത്തുപ്പാണ്ടി അതെ, മുത്തുപ്പാണ്ടി ഒസാമ അണ്ണാ ഇതിപ്പോ വേറെ യൂണിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. അണ്ണ അറിയാത്തോണ്ടാ, ഇതൊക്കെ ചന്ദ്രന്റെ ശിങ്കിടിസ. ഇവരെ വഴിയാണ് ചന്ദ്രൻ ഗൺ ഡീൽ ചെയ്തത്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ രായപുരം ഞാനിവിടെ TV ഉണ്ടാക്കിയതിനേക്കാളും വലിയ അണ്ടർവേൾഡ് ആണല്ലോ ഇവ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അണ്ണാ നമ്മൾ ഈ രായപുരം പീറ്റർ ഇന്നലെ പിടിച്ച് വിരട്ടി ഇടാം. രണ്ട് തല തല്ലി പുള്ളിയുടെ വായന്ന് ഒരു പുതിയ പേര് വീണ്. അത് അവിടെ പോയിട്ട് അണ്ണൻ ലൈവായിട്ട് കേട്ടോ ഒന്നും കൂടെ, അതായിരിക്കും നല്ലത്. ഹലോ, என்னப்பா என்ன நீங்க தான் சொல்லணும் என்னன்னு. என்னப்பா நீனு எங்க? உன் டீம் எங்க? உன் டீம்ல இருக்க எல்லாரும் எங்க? எல்லாம் இங்க தான் இருக்காங்க. எங்க இருக்காங்க? இல்ல போன் வரல உங்களுக்கு ஏதோ? இதுக்கு மேல போன் வராது, எல்லாம் முடிச்சுதான் இங்க வர கேட்டா. ஏஜேவை நாங்க தூக்கியாச்சுடா ரிட்டர்னு. கூட்டத்துல இருக்க முகுந்தன் வந்த ஒருத்தர் நம்ம ஏஜே தூக்கிட்டு போய் நம்ம அங்க போய் முகுந்தனை கொண்டு குளிச்சு மூடி ஏஜென்ட் ரெஸ்கியூ பண்ணிட்டேன். கேக்கோ எனக்கு கேக்கோ. ஹலோ கேക്കാം. அப்படி ஒண்ணு எனக்கு தெரியலையே. தெரியாது. கேக்கோ கேக்கா எப்படி தெரியும்? நீ இங்க தானே இருக்கு. உனக்கு எப்படி தெரியும்? ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞില്ലായിരുന്നു ഒരു 2-3 ദിവസം സമയം തരാം, അതിനുള്ളിൽ ഡീറ്റെയിൽസ് എല്ലാം വേണം. അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ ഡീറ്റെയിൽസ് ഒന്നും തരാഞ്ഞത്? எனக்கு தெரிஞ்சது எல்லாம் பறஞ்சிட்டான் அவங்க கிட்ட. தெரிஞ்சதല്ലോ, ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ജോലിയും കൂടെ ഏൽപ്പിച്ചില്ലായിരുന്നു. அந்த ஜோலி விடுறதுக்கு இவங்க என்னை இவட வச்சு கட்டி வச்சு என்கிட்ட பிரச்சனை ஆக்கில, என்னை அடிச்சு ஃபுட்டு கொடுக்காத பிரச்சனை ஆக்கினா எப்படி நான் உங்ககிட்ட எல்லாத்தையும் സംസാരിக்க முடியும்? அது எப்படி പറയാൻ முடியும்? നിന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ട് 3 നേരം ബിരിയാണി തരാന്നൊന്നും ഞാൻ നിനക്ക് വാക്കൊന്നും തന്നില്ലായിരുന്നല്ലോ. വേണ്ടത് ബേസിക് നിന്റെ ജീവൻ നിലനിർത്താനുള്ള എന്താന്ന് വെച്ചാൽ തരുന്നത് കഴിച്ചോണം, അല്ലാതെ അതിന്റെ അപ്പുറത്ത് നിനക്ക് ഇവിടെ 3 ദിവസം സദ്യ വിളമ്പാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. அது நான் പറയல, இவர் என்னை வெளியே விடவே வாய்ப்பு கொடுக்கல. வெளியே போனா என்னோட ஆட்கள்கிட்ட சொல்லி நான் ஏதாவது இன்ஃபர்மேஷன் கேதர் பண்ணி உங்ககிட்ட கொடுக்க முடியும். ஷேர் லொகேஷன் பண்ண தெரிஞ்சதல்ல போன் கொடுக்கும்போது. എടാ നിനക്ക് ഞാൻ ഫോണ് റേഡിയോ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നല്ലോ. ரேடியோ தரலையே, புடிங்கிட்டது. இல்ல கொடுத்து ஃபர்ஸ்ட் கொடுத்துட்டு புள்ளி வந்துட்டு ஷேர் லொகேஷன்ல எல்லாம் அமிச்சிட்டு மத்த காரியம் ஏதோ സംസാരിക്കാതെ ഡയറക്ടറായിട്ട് ഷെയർ ലൊക്കേഷൻ കൊടുത്ത് പുള്ളി. സോ അப்புறம் എന്താ சொல்லு. ഒരു സെക്കൻഡ് കോച്ച്, ഒരു സെക്കൻഡ് ഇപ്പോ വരാം. சார் வெளில ஓடி போ பாக்குறாரு, லாக் பண்ணிருக்கேன்னு மறந்துட்டாரு. അടുത്ത ഉണ്ട തലക്കായിരിക്കും ഇവിടെ ഓവർ സ്മാർട്ട് ആവല്ലേ കേട്ടാ. പിന്നെ ഓവർ സ്മാർട്ട് ആകൂടാതെ, ഞങ്ങളൊക്കെ മണ്ടന്മാരല്ല നിന്റെ ബോസിനെ പോലെ. അവന് തലക്കകത്ത് കളിമണ്ണാന്ന് വിചാരിച്ച് ബാക്കി എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഈ ഫോൺ ഡിസേബിൾ பண்ணி கொடு, லைக் எனேபிள் பண்ணி கொடு. ആ ഫോൺ എനേബിൾ ചെയ്. ഏത് ഫോൺ? உன் ഫോൺ தான்டா. അയ്യോ എന്നാ നടുപ്പിൻ നായകനാടാ നീ, നടുപ്പിൻ നായകനാ. ആ ഫോൺ അൺഡിസേബിൾ ആക്കിയില്ലെങ്കിൽ നിന്നെ ഇപ്പൊ
പിടിച്ചിട്ട് ഞാൻ കത്തിക്കും കേട്ടല്ല. எதுவும் செய்யாதீங்க. நான் அன்டிசேபிள் பண்ண செய்யறேன். എനേബിൾ അൺഡിസേബിൾ അല്ലല്ലോ, എനേബിൾ. Enable. പാളിപ്പോയതാ. என்ன பிளாக் ஸ்கிரீனா இருக்கு? நடிக்காதடா. இருங்க. நான் வச்சிருந்த ചാവുമ്പോ பேட்டரி അതിലും ബ്ലാക്ക് ஒரு ആയിരിക്കും. மினிட் வெயிட் ஆகுங்க. ஒரு நிமிஷம் நான் அங்க இது வச்சிட்டு நான் வந்து ஒரே நிமிஷம் இல்ல சார் உடனே இல்ல, லொகேஷன் battery ஷேரிங். கேட்டு, பேட்டரி கேட்டிட்டு போடுறேன். வெயிட் നിന്റെ பண்ணுங்க. പേച്ചിൽ തന്നെ ഉണ്ട്, നീ വലിയ നടികൻ, നീ പെരിയ നടികൻ. என்ன ஒன்னு வாட்டி சுட்டறவனே ஏறும். ப்ளீஸ் எதுவும் செய்யாதீங்க. ഇനി വെടിവെക്കലടാ, വെടിവെക്കാതെ. കോച്ച് വെടിവെക്കല്ലേ. இல்ல அவன லெஃப்ட்ல இந்த இருங்க பேட்டரி போடுறேன் போன்ல. வெயிட் 1 மினிட். பேட்டரி போறன்னு புரிஞ்சு நிக்கிறேன். പോടട്ടെ കോച്ച്, പോടട്ടെ. இந்த குடி അവന്റെ ഇഷ്ടം പോലെ പോടട്ടെ. നീ ഇപ്പൊ ഞങ്ങളുടെ ചോദിക്കുന്ന ഈ ടൈം ഉണ്ടല്ലോ, അതെല്ലാം അതിനൊക്കെ നീ റിപ്ലൈ പറയേണ്ട വരും കുറച്ച് കഴിയുമ്പോ. അല്ല നീ അത് അൺലോക്ക് ചെയ്യും എന്തായാലും, കേക്കട്ടെ. இந்தாங்க இந்த ஃபோனை நீங்களே வச்சுக்கோங்க. இது ஒர்க்கே ஆக மாட்டேங்குது. எதுவுமே செய்ய முடியல என்னால. நான் ஃபுல்லா ட்ரை ചെയ്തിട്ട് இப்போ அந்த போனை கூட നീ അത് നിനക്ക് അപ്പൊ എന്തായാലും അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അറിയാം. അപ്പൊ അത് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തല്ലേ പ്രശ്നം. അത് കോച്ചിന്റെ കൂടെ എന്നിട്ട് നീ ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ, ലോഗിൻ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത് കോച്ച് ചെയ്തോ, ഫോൺ വർക്ക് ആക്കിക്കോളും കോച്ച്. என்னோட போனை லாக் அவுட் செய்துட்டு ஜூட உன்னோட போனை லாக் அவுட் செய். നിന്റെ ഫോൺ ഒന്ന് ലോഗ് ഔട്ട് ചെയ്തേ, എന്നിട്ട് ആ ഡീറ്റെയിൽസ് വേണ്ടി ഒന്ന് മേടിച്ചടിച്ച്. ഈ ഫോൺ இல்ல என் ஃபோன் எதுக்கு நீங்க எதிர்பார்க்கறீங்க? ഫോൺ ലോഗ് ഔട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്, ഫോൺ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നേ. அப்ப நான் ஃபோன் கொடுத்தா நீங்க உசுரோட விட்டுருவீங்க அதானே? விட்டுருவோம். ഉസിരോടെ വിടാനുള്ള ഒരു കാരണം, അതുപോലെ കുറേ കാരണങ്ങൾ. நம்மளுக்கு வேண்டியது அவன் நெக்ஸ்ட் எവിടെ போவான்றது. ஓகே, அது ஒண்ணு இருக்கு. இந்த കോൾ സംസാരി. ഹലോ, നിന്നെ കൊണ്ട് ശല്യമാണല്ലോടേ. നമ്മുടെ അണ്ണനെ പിടിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്താടാ കേട്ടില്ല, എന്താ പറഞ്ഞേ? നമ്മുടെ പീറ്റർ അണ്ണനെ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പീറ്റർ അണ്ണനെ പിടിച്ചു വെക്കുകയും ചെയ്യും, ചിലപ്പോ അവനെ ഇപ്പൊ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ അർണോൾഡിനും അത് തന്നെ കിട്ടും. ഇവിടെ അവന് കൊട്ടുലോന്ന് പറഞ്ഞിട്ടൊന്നും കൊണ്ടില്ലല്ലേ. ഇവിടെ അവനെ കൊള്ളുവെന്ന് പറഞ്ഞിട്ട് 10 അടി കൊണ്ടപ്പോഴത്തേക്ക് അവന്റെ തീട്ടം വിളി വന്നല്ലേ. 10 അടി അർണോൾഡ് കൊണ്ടെങ്കിൽ 100 അടി നിന്റെ അണ്ണനും കൊള്ളും, മനസ്സിലാവും. 10 അടി കൊണ്ട നീയല്ലേ പറഞ്ഞു ഇവിടെ അടി അവൻ കൊണ്ടോളൂ, അവൻ ജിമ്മിൽ ഉണ്ടാക്കിയതെന്നൊക്കെ. അവൻ ഉണ്ടാകുന്നില്ലല്ലേ. എടാ നീ ഇത്ര ആലോചിച്ചായി 10 അടി നീ ആലോചിക്കുന്നതൊക്കെ അവിടെ നിൽക്ക്. നീ ആലോചിക്കാൻ പറയുന്നതിന് മുന്നേ നീ അത് നോക്ക്. അവൻ 10 അടി നീയല്ലേ പറഞ്ഞു അവൻ അടിയൊക്കെ കൊണ്ടോളൂ. അവൻ കുറച്ചടി കൊണ്ടപ്പോഴത്തേക്ക് അവൻ അവശനായല്ലേ. ഇതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നീ രണ്ടോ കാര്യം പറഞ്ഞു. നീ അത് കേള്, നീ തുള്ളല്ലേ, നീ കേള്. നിനക്ക് നിന്റെ അണ്ണനെ വേണം. അതിന് നീ ഏജനെ എടുത്തോണ്ട് പോയി അല്ലേ. നമുക്ക് നിന്റെ അണ്ണനെ വേണം, തരാൻ പറ്റത്തില്ല. നമുക്ക് ഏജ് വേണ്ട, നീ 18 പോയി കുഞ്ഞില്ലേ. വാ, കാര്യം കഴിഞ്ഞു. നമുക്ക് ഏജ് വേണം. இல்ல நம்மளுக்கு நம்ம கேங் தான் முக்கியம். അങ്ങനെയല്ല, ഒരു ഉയർ വന്ന ആൾക്കാരല്ല കോച്ച് നമ്മൾ ഇവിടെ വരാം. നമുക്ക് അത്ര നല്ലൊരു ഇൻഫർമേഷൻ, നമുക്ക് അത്ര ഹെൽപ്പ് ചെയ്താൽ നമുക്ക് വെളിയിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. കോച്ച് തിരിച്ചു വിളിച്ച് നമുക്ക് അവനെ ജീവനോടെ വേണം, ഇവനെ കൊല്ലുകയും ചെയ്യാം നമുക്ക്. ഓക്കെ ശരി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വിളിച്ചിട്ട് വീഡിയോ കോൾ പண்றேன் എടുക്കறானா പാപ്പോ. നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അവന്റെ നമ്പർ അവന്റെ നമ്പർ വലിയ നമ്പറാണ് 9108 9108 9108 8097 9108. ഹലോ, உன் பாஸ் என்னன்னா என்னோட பாஸ் ஃபோன் பண்றாரு. இரு, എന്തോന്ന്? എന്റെ ബാസ് ഫോൺ അടിക്കുമടാ, വെയിറ്റ് ചെയ്യടാ. അണ്ണ വിളിച്ചിട്ട് ഹലോ മൂക്കുണ്ടല്ലേന്ന് ചോദിച്ചാൽ മതി. മൂക്കുണ്ണനാന്ന് യോസിക്ക്. മുകുന്ദനല്ലേ? സ്പീക്കർ
സ്പീക്കർ ഇതാര് യൂസർ ഫൈ ഹലോ ഓക്കെ അത് വാസു. എന്റെ പേര് പരന്തു വാസു. വர മാട്ടാണ് എടാ ഞാൻ റോസ് ഫുഡില്ല, ഞാൻ ഇവിടെ ഗ്യാങ് ഹൗസിൽ എത്തിയിട്ടില്ല. വാസുക്ക് தான் ഫോൺ അടിച്ചതാ. സോ അവന്റെ നോർമൽ കടയിൽ കിട്ടുമോ ഫോൺ? ഇലക്ട്രോണിക് ഷോപ്പ്. പേര് നീ ഹെലി എടുത്തിട്ട് സിറ്റി സൈഡിൽ പോ. എവിടെ ഇതാ ഇവന്നാ ഹലോ കോച്ച് പഴയ പോലെ ഇതാക്കാൻ പറ്റൂലേ? ആ ഇവിടെ നമ്മളാളെ തൂക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂടാ. ഇങ്ങനെ അടിക്கிறாங்க ഗണ്ണ് വെച്ച് വെടി വെക്കறாங்க. അങ്ങ് നടക്കത്തില്ല അതല്ല. എന്താ പരന്തുവാസു നമ്മള് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്? ഇനിയൊന്നും ചെയ്യത്തില്ല. ഇനിയൊന്നും ചെയ്യത്തില്ല എന്നാ? ഇനിയൊന്നും ചെയ്യത്തില്ല. ഇതുവരെ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല അവിടെ അർണോൾഡ് ഉള്ള കാര്യം. ഞാൻ ഇപ്പഴാ അറിയുന്നത്. ഓക്കെ ஓகே என்ன விட்டாங்கன்னா அவனை விடு, இல்லைன்னா எங்க என்ன பண்ணணுமோ பண்ணிரு. ഓക്കെ നമ്മളതല്ലേ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ പരന്തുവാസു സംസാരിക്കാം. പറഞ്ഞോ. ഇനിയൊന്നും ചെയ്യത്തില്ല. സോ അർണോൾഡിനെ ഒന്നും ചെയ്യാൻ പാടില്ല. അർണോൾഡിനെ ഒന്നും ചെയ്യില്ല. നമ്മുടെ പീറ്ററിന് നമ്മുടെ കൈ കിട്ടുമ്പോ നമ്മള് അർണോൾഡിനെ തിരിച്ചു തരും. ഞാൻ വിളിച്ചോളാം. സമയം വൈകും തോറും അർണോൾഡിനെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ വഴിയുള്ളൂ. അത് ഓർത്തോ. എന്താ പീറ്ററും സമയം സഹോദര, ഈ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യില് നിങ്ങളിപ്പോ എന്തെങ്കിലും അവനെ ചെയ്താൽ ഇവനെ ഞാൻ ഇവിടെ വെറുതെ നിന്റെ കൊണ്ടങ്ങ് തരുമെന്ന് നീ വിശ്വസിക്കുന്നു? ഞങ്ങള് പറഞ്ഞല്ലോ അങ്ങോട്ടൊന്ന് അവിടെ ഒന്നും നടക്കാതെ ഇവിടെ ഒന്നും നീയാ ഇപ്പൊ പറഞ്ഞേ സമയം വൈകും തോറും സമയം അവൻ എന്തെങ്കിലും പറ്റിയാ ഇവനെ ഞങ്ങൾ വെറുതെ നിന്നെ കൊണ്ട് ഏൽപ്പിക്കത്തില്ല. പിന്നെ വെച്ചോണ്ടിരിക്കാൻ ഒന്നും പറ്റൂല. ഇതിപ്പോ നമ്മുടെ ഫ്രണ്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമാണോ? നമ്മുടെ രണ്ടുപേരെ ആൾക്കാരെ സേഫ് ആയിട്ട്. എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. എന്ത് ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, ഈ പറയുന്ന പീറ്ററിനെ നിനക്ക് എത്ര നാളായിട്ട് അറിയാം? എനിക്കൊരു 4 മാസമായിട്ട് അറിയാം പീറ്ററിനെ. 4 മാസമായിട്ട് അറിയാം. ഇപ്പം ഇതിനകത്ത് ഇവിടെ നടന്നുകൊണ്ടിരുന്ന നമ്മൾ ഈ ചോദിക്കുന്ന ഗൺ ഡീലിങ്സിനെയും ബാക്കി എന്തെങ്കിലും പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാം? ഇത്ര നാൾ കൂടെ ഗൺ ഡീലിങ്സും ബാക്കിയുള്ളതിനെ പറ്റി ഇപ്പൊ പീറ്ററിനെ അറിയാവുന്നതല്ല എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ പുറത്ത് പറയും. ഈ പീറ്ററണ്ണന്റെ മുകളിലുള്ള അണ്ണനെ വരെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടാണ് അവന്റെ താഴെയുള്ള നിന്നെ ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ അർണോൾഡ് ജാക്സനെ. പക്ഷെ നിങ്ങളാണ് പറഞ്ഞത് 2-3 അടി കൊടുത്തു. നമ്മുടെ നേരത്തെ കില്ലെന്ന് പറഞ്ഞ ആളിനെ ഞാൻ വിളിച്ചപ്പോ ആൾ എന്റെ അടുത്താണ് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, നീ അവനൊരു 10-20 അടിയും കടിക്കും, അവൻ കൊണ്ടുപോകുമെന്ന്. 10 അടി ആയപ്പോഴത്തേക്ക് അവൻ ഇവിടെ കിടന്ന് കരഞ്ഞു തൂറി മെഴുകി. ഞാൻ അവിടെ ഫോട്ടോ അയച്ചു കൊടുത്തു. എന്നിട്ട് ആളിനെ വിളിച്ചിട്ട് ഇതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ആളിനെ വേണ്ട രീതിയിൽ സ്റ്റീവിന്റെ ജട്ടി ഇവന്റെ വായി തിരികേക്കുന്നോണ്ട് എനിക്ക് അധികം ശബ്ദം ഒന്നും കേട്ടില്ല. നീ പറഞ്ഞതുപോലെ ഇവൻ അങ്ങനെ അത്രയും വലിയ ശബ്ദം ഒന്നും ഉണ്ടാക്കിയില്ല. അയ്യോ, ഇത് സ്റ്റീവ് അപ്പൊ എന്ത് മുഴുവനായിക്കോ ഉണ്ടല്ലോ, ഒരെണ്ണം കൊണ്ടല്ലോ. അല്ല, അവൻ ഒരെണ്ണം കൊണ്ടല്ലോ നടക്കണേ. അതിൽ ഒരെണ്ണം എടുത്ത് അവന്റെ വായിൽ വെച്ച് കൊടുത്തു. അത് വെച്ചിട്ട് അടിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ വലിയ ശബ്ദം ഒന്നും സംസാരിച്ചത് നിനക്ക് സംസാരിക്കണോന്ന് പറയണപ്പോഴാണ് മര്യാദക്ക് സംസാരിച്ചത്. നമ്മള് മര്യാദക്ക് സംസാരിക്കും. നിങ്ങളുടെ അർണോൾഡിനെ നമുക്കൊന്നും ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇതുപോലെ തന്നെ നേരത്തെ സംസാരിച്ചു. നമ്മൾ ആദ്യം മര്യാദക്ക് തന്നെയല്ലേ സംസാരിച്ചത്. എടാ, ഞാനൊരു കാര്യം, മര്യാദക്ക് സംസാരിച്ചിട്ട് എങ്ങനെ സംസാരിച്ചാലും നിന്റെ ആവശ്യം കൂടാണ് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും നേരം സംസാരിക്കുന്നത്. ഞങ്ങൾ ആവശ്യമില്ലായിരുന്നേ നിങ്ങൾ സംസാരിക്കൂ. എന്തോ ആവശ്യമില്ലായിരുന്നേ നമുക്ക് ഈ സംസാരം വരുമോ? ഇല്ലല്ലോ, നമുക്ക് 2 പേർക്കും ആവശ്യമുണ്ട്. 2 പേർക്കും ആവശ്യമുണ്ട്. അതന്നെ നിന്റെ അടുത്ത് പറയണം. അപ്പൊ നീ നിന്നോട് പറഞ്ഞപ്പോ നീ എന്തോ എന്നോട് പറഞ്ഞത് 3 ദിവസം ഇത്രയും ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ആളുടെ നമ്മുടെ കയ്യിൽ അതുപോലെ നമ്മുടെ കയ്യിൽ ഇല്ലടാ. ആൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങളും കൺസിഡർ ചെയ്യണം. എന്തോ കേട്ടില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ല. ഞാനിപ്പോ ഈ 2 ദിവസം കൊണ്ട് ഈ ആളിനെ ഇങ്ങനെ അടിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ? ഞാൻ നിങ്ങളടുത്ത് നമ്മള് തല്ലുന്നുണ്ടല്ലോ. നമ്മള് തല്ലുന്നത് നിനക്കപ്പോ വിഷമമില്ലേ?
ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു അവനെ അടിക്കുന്നില്ല എന്ന്, എന്നിട്ട് ഞാൻ ഇവനെ എന്നും അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നും? ഞങ്ങൾ ഇവനെ അടിക്കുകയും കൊല്ലുമൊന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷനാ, അത് കിട്ടുന്ന കാര്യമാണ് ഞാൻ ഫുഡ് ഇത് വെള്ളം കൂട്ടാം. ഫുഡ് വെള്ളം എന്റെ ഇല്ല കോച്ച്, തീർന്നു. ഞാനും കുടിച്ചു. വില്ലിന്റെ ഉണ്ടാവില്ല. മോളില് വേറെ ഏതോ ഒരു അണ്ണൻ ഉണ്ടല്ലോ, ആ അണ്ണനെ തൂക്കുമെന്ന് പറഞ്ഞിട്ട് ആ അണ്ണനെ തൂക്കിയ. ആ അണ്ണനൊക്കെ നമ്മുടെ പറമ്പിലെ കോഴി തന്നെയാണ്, നമുക്ക് എപ്പോ വേണേലും തൂക്കാം. എന്നാ പിന്നെ ആ അണ്ണനെ തൂക്കിയാ സംസാരിച്ചിട്ടുണ്ട്. പോരെ, എന്തിനാണ് പീറ്റർ അണ്ണനെ തൂക്കണത്? പീറ്റർ അണ്ണന്റെ കയ്യിൽ നിന്ന് നമുക്ക് നേരെ പോയിട്ടല്ല, നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ, അതിന് വേണ്ടിട്ട്. അല്ലാതെ വെറുതെ പോയി ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ? താഴെയുള്ള ആളിനെ നമുക്കറിയാം, കിളിന്തിനെ അറിയാം, അതിനെ അറിയാം, ഇതിനെ അറിയാം. എന്നിട്ട് നിങ്ങള് എന്തിനാണ് മുകളിലത്തെ ആളെ പിടിക്കാതെ താഴത്തെ ആളെ പിടിച്ചേക്കുന്നത്? കയ്യിലൊതുങ്ങൂല്ലേ മുകളിലത്തെ ആള്? എടാ നിനക്ക് പറയണത് ഇപ്പോഴും മനസ്സിലാവണില്ലടാ. ഇതാ ചെയ്ത് നിക്ക് ഇതാരാ ചെയ്തതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് കൊണ്ടല്ലേ നമ്മള് ഈ പറയണത് പോലെ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഈ ഗൺ ഡീലിംഗ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് നമ്മൾ പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തന്നെയാണോ പുറത്തു പോയെന്നുള്ളൊരു പുതിയ ഫോൺ മേടിച്ചിട്ട് വരുന്നുണ്ട് അവനോട്. ഞാൻ അന്നാണല്ലോ വന്നു. കോച്ച് ഞാൻ അവിടെ കോച്ച് മിസ്റ്റർ എക്സിന് ഒസാമ വേണമെന്നല്ലേ പറഞ്ഞത്? നാളായിട്ട് ഇതും കൊണ്ട് എന്താ ചെയ്യണേ? மிஸ்டர் எக்ஸோட அதனால ஃபோனே எடுக்க மாட்டான், அது நாட் ரீச்சபிள்னு வந்துகிட்டே இருக்கு. மிஸ்டர் எக்ஸ் எப்போ நம்ம கான்டாக்ட் பண்ணுவோம் அது சொல்லு. இரு இன்னொரு போன். நம்மளோட வண்டி சவுண்ட் கேக்குது. അതാണ് ഇവിടുത്തെ കാര്യം. അത് എൽഎക്സ് അതറിയണോ? അത് എനിക്ക് 100% ഉറപ്പാണ്. ചന്ദ്രൻ ഈ ഒസാമയായിട്ട് മീറ്റിംഗിലും ആയിരിക്കും, ഒസാമയുടെ എന്തെങ്കിലും കള്ളങ്ങൾ തെറ്റ് ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞാൽ ഒസാമ വന്ന് വാസുവിന്റെ അടുത്ത് കള്ളം പറഞ്ഞേം കാട്ടിയും ഭേദം മിസ്റ്റർ എക്സിനെ പിടിച്ചു കൊടുക്കുന്നതാണ്, മനസ്സിലായോ? ഒസാമേനെ எனக்கு தெரிஞ்ச 2 மிஸ்டர் எக்ஸ் நம்பரும் வந்துட்டு நாட் ரீச்சபிள்னு தான் வருது. അല്ല അത് എനിക്ക് നേരത്തെ മനസ്സിലായത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വഴി കിട്ടിയോടാ? உள்ள கேறிட்டு 4 லெஃப்ட். ஓகே 1 2 3 4. നിന്നെ തല്ലിയാലേ അവൻ എന്തോ ചെയ്തോളെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. നിന്നെ ഇനിയും തല്ലും. പക്ഷെ ഇനി ഇവനെ കോച്ച് ഇവൻ ഇനി ഇത് കൊടുക്കരുത്, വെളിയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോ കൊടുക്കരുത്, ഫോൺ കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്. ഇവനെ തല്ലുന്ന കാര്യം, ഇവനെ അടിക്കുന്ന കാര്യം ഇവൻ പുറത്ത് പറയാൻ പാടില്ല, മനസ്സിലായ? ഈ ഫോട്ടോ എടുത്ത് ആ മച്ചാൻ അയച്ചു കൊടുത്താലോ? വേണ്ട ഒന്നും ചെയ്യില്ല. നമ്മുടെ ആൾ അവരുടെ കയ്യിലിരിപ്പുണ്ട് സ്റ്റീവേ, മണ്ടത്തരം കാണിക്കില്ലടാ. നമുക്ക് ഏജ് വേണ്ട ജീവനോടെ. இல்ல இப்ப அவன்கிட்ட ஒரு போன் இருக்கு, அவன் ஏஞ்சதுக்கு அப்புறமா தான் வாங்க முடியும். ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കണം. ഇവനെ ഇങ്ങനെ എണ്ണിപ്പിക്കാൻ പറ്റും. ഇവിടെ EMS വരുമോ? ഇല്ലല്ലോ. വരും, ബട്ട് പുറത്തോട്ട് പോകണ്ടേ. അവനെ ജസ്റ്റ് പുറത്തോട്ടൊന്ന് എടുത്തേ. അപ്പൊ ഒറ്റയടിക്ക് ചത്തുപോയ ஹெல்மெட் எடுத்துக்கோட எல்லாரும் சொல்றதுக்கு இல்ல, எல்லாம் பிளான் பண்ணிருப்பாங்க. டே நீ அன்னைக்கு எனக்கு ஏதோ லாரி எடுத்துட்டு வந்தா, அது இருந்தா അണ്ണാ മറ്റേ അന്ന് ഓർമ്മയുണ്ടോ ചന്ദ്രന്റെ അണ്ണൻ മറ്റേ സസ്പെൻഷൻ കൊടുത്തു വിട്ടത് കോരിയിട്ടിന്ന്? ആ ദിവസം ഗ്യാങ് ഹൗസ് ഞാൻ ഉണ്ടായിരുന്നു. ആ ഹൗസ് ഞാൻ നോക്കിയപ്പോ ഗ്യാങ് ഹൗസില് ചന്ദ്രൻ നീകനും അണ്ണനെ കാണുമല്ലോ. ചന്ദ്രൻ നീകനും മറ്റേ ബാബുശേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു, ഓർമ്മയുണ്ടോ? മറ്റേ ഡ്രസ് ഷോപ്പിന്റെ അവിടെ വെച്ചിട്ട്. അപ്പൊ അവര് വന്ന വണ്ടിയാണ് ശ്രദ്ധിച്ചായിരുന്നു, ഒരു ലോറി. ആ ലോറി നമ്മുടെ ഗ്യാങ് ഹൗസിൽ വന്ന് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ലൈക്ക് കുറെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലോറി. இதுல ஃபர்ஸ்ட் ஈவென்ட் ഫോൺ എടുത്തോണ്ട് നടക്കണ ഒരു വണ്ടിയല്ലേ അത്? അല്ല അന്ന് ആ വണ്ടിയല്ല. നമുക്ക് ആക്ച്വലി ഞാൻ റെഡി. ഹലോ സ്റ്റീവേ, ഹലോ. എടാ ഞാൻ പറഞ്ഞല്ലടാ മിണ്ടല്ലേ സ്റ്റീവേ, മണ്ടത്തരം കാണിക്കാതെടാ വീണ്ടും. കണ്ടില്ല അണ്ണ, വിളിച്ചത് ഞാൻ കണ്ടില്ല. എടാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുവല്ലടാ ഇവിടെ ഇരുന്ന്. കേട്ടില്ല. അറിയാത്തില്ല നീ അവനോട് കോൾ എടുത്തിട്ട് ചോദിക്കണേ ഏത് സ്റ്റീവ് എന്ന്. அதுல ஒரு நிமிஷம் இருங்க, அவன்கிட்ட என்ன பேசணும்னு சொல்லுங்க. நீங்க பாட்டு கால் செய்ய சொன்னா என்ன சம்சாரிக்கணும்? எதை பத்தி சம்சாரிக்கணும்? സംസാരിച്ചാ മതി. നീ നോർമലി നിങ്ങൾ സംസാരിക്കുന്ന പോലെ. அவங்க எல்லாரும் என்ன விட்டுட்டு போயிட்டாங்கன்னு சொல்லு ஃபர்ஸ்ட். ஓகே, அவங்க எல்லாரும் என்ன விட்டுட்டு போயிட்டாங்க. മനസ്സിലായി. ഓക്കേ. ഹലോ സ്റ്റീവേ. ഹലോ സ്റ്റീവ്? யாரு സ്റ്റീവ്? സ്റ്റീവില இல்லடா, நான் தான் അല്ലടാ, பேசுறேன். എന്റെ നമ്പറില്ല. എനിക്കപ്പോ അവന്റെ സൗണ്ട് കേട്ട തോന്നി എനിക്ക്. ഓ, അത് ഏതോ പ്രശ്നം പോലെ ഫോണില്. നീ എവിടാ? നിനക്കെന്ത് പറ്റി?
அதே ஸ்தலத்துல தான் இருக்கேன். இவங்கெல்லாம் கிளம்பிட்டாங்க இந்த இடத்த விட்டு. நீ வரியா? നീ ലൊക്കേഷൻ നീ ലൊക്കേഷൻ എന്താ? ஓகே ஓகே. நான் இதை Okay, பட்டு காமிச்சிடுறேன். ആ വേറൊന്നും ചോദിച്ചിട്ടില്ലല്ലോ കോശാൻ. ഉം. ഈ അവൻ- ലൊക്കേഷന്റെ കാര്യം പറയണ്ടായിരുന്നു. എന്തിനാ അവിടുന്ന് പോയെന്ന് പറയണ എന്തിനാ? ഇവനെ ലാസ്റ്റ് ഏത് ലൊക്കേഷനിലാ കണ്ടത്? ആ മലൈക്കടിയില് அந்த குகை கேப். ഗോയ്ക്കകത്ത് இவன் இப்ப நான் சொன்னேன்ல மிஸ்டர் அவன் பேர் என்ன ஒசாமா கூட சம்சாரிச்சும் போது ചന്ദ്രൻ ഓൾറെഡി ഉള്ള പോയിട്ട് എല്ലാവർക്കും കൂടിയും സംസാരിച്ചു. ഓക്കെ അല്ല കോച്ച്, ഈ മിസ്റ്റർ എക്സിനോട് സംസാരിക്കാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. அப்ப ஆனா நம்மளோட கேங்கோட இது போயிடுமே, அது ஆஃப் லைக் யூனோ. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടണം. இது ஒண்ணு. முச்சிரியும் வந்துட்டு കുറച്ച് നാൾ മുൻപ് എൻകിட்ட வந்து ഞാൻ വേറെ എന്നോട് കാര്യം ചോദിക്കട്ടെ? ഹെലിയെ കിട്ടും. ഈ ഏജെ കൊണ്ടുപോയാൻ എവിടെയാണെന്ന് ലൊക്കേഷനോ എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല അത് അറിയില്ല. അവരെ വിളിച്ച് ചോദിക്കണോണ്ണ. പക്ഷെ നമ്മള് റായപുരം വീടിന് തിരിച്ചു തരാം, ഏജനെ വേണം എന്ന് ഇത് പറഞ്ഞ ലൊക്കേഷൻ തരുമായിരിക്കും. எனக்கு இன்னொன்னு கூட இருந்துச்சுடா. ஒசாமாக்கு 2 தம்பி உண்டு. 2 தம்பியும் கடத்திட்டு ஒசாமாவை பிளாக்மெயில் செய்து சந்தன் கிட்ட டீல் பண்ணியிருக்கானா இல்லையான்னு ஈஸியாயிட்டு சம்சாரிக்காம நான் ஒசாமாவோட வீட்டுக்கு போயிட்டு ஒரு 3 ஃபோட்டோ எடுத்துட்டு வந்து 3 ஃபோட்டோல அமாரில் ஒன்று பன்னி, இன்னொருத்த அவன் பேரு ஜைனா இல்ல ஜைன் இல்ல பன்னி கன்ஃபார்ம். കോച്ച് ബണ്ണി എന്ന് പറഞ്ഞ മിസ്റ്റർ എക്സിലുള്ള ആളാ, അതായിരിക്കൂല. பன்னின்னு மிஸ்டர் எக்ஸ் ஆள் அல்ல, அவனோட பிரதர். நம்ம போகணும்ல, அவட கண்டல்ல போட்டோலாம் அவட இருந்து அமாரு லைக் ചന്ദ്രൻ കയ്യിലെടുത്തല്ലോ കോച്ച്. அவன் ஒசாமா அதானு. இப்போ அவன் பிரதர்ஸை எடுத்தா ஒசாமாக்கு பேடி உண்டல்ல. അവർക്ക് തോന്നാലോ അല്ലെങ്കിൽ നമ്മൾ അവരെടുക്കാൻ വരുമെന്ന്. അപ്പൊ അവര് ഫുള്ളി സെക്യൂർഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നിന്ന് തരുമെന്ന്. டேய் நம்ம டிவியேடா, யார் எடுத்தா என்னடா நம்மளுக்கு? அமாரை நம்ம அடிச்சு கொடுക്കാം. അതല്ല കോച്ച്, അവന്മാരിപ്പോ ഹൈഡ് ചെയ്യും, മനസ്സിലായാ? ഒളിஞ்சிருக்கும். അവന്മാർക്ക് தெரியுമല്ലോ നമ്മൾ വരുമെന്ന്. வீடு தெரியும்ல, எல்லாரையும் தூக்கலாம் அவங்க வீட்ல இருந்து. என்ன சொல்றீங்க? ഫൈറ്റ് എന്തായാലും ഉണ്ടാവും. അവന്മാർ കണ്ടീലോസാ. இது ലീഡർ சொன்னா, ஐ மீன் வாசு சொன்னா ஓகே സെറ്റ്. ഇല്ല കോച്ച്, നമുക്ക് നേരെ പോയിട്ടൊരു ഫൈറ്റ് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഏജ് ജീവനോടെ വേണം. അത് വേറെ കാര്യം ഉണ്ടോ എന്ന് പറഞ്ഞാ അണ്ണാ, ഇത് ഒസാമയുടെ വായി സത്യം വരാൻ വേണ്ടി പറഞ്ഞ, മനസ്സിലായ? ഒസാമയുടെ വിറന്ന് തൂക്കാന്ന്. ഏജയോട് ഇപ്പൊ കൊണ്ടില്ല കോച്ച്. അവനെ വിളിച്ചിട്ട് ഏജനെ ലൊക്കേഷൻ ചോദിക്കാം, നമുക്ക് പീട്ടണ തരാം, ഏജനെ വേണം എന്നുള്ള ഇതില് എക്സ്ചേഞ്ച്. அவனை விட்டுறாதடா, அவன் சரியான கேடி, ஓடுவான். எலெக்ஸ் அவனை இவன் மேல கண்ணு வச்சுட்டே இரு. ஓகே, அவன் ஓடுவான். കോച്ച് എനിക്ക് തോന്നുന്നത് ഏജനെ നോക്കാൻ വേണ്ടി ഇവിടെ കുറെ ആൾക്കാരെ കാണാൻ ചാൻസ് ഉണ്ട്. കോച്ച് നമുക്ക് ട്രേഡ് വെച്ചിട്ട് അവിടുന്ന് അവനെ അടിച്ച് രക്ഷിച്ച രണ്ടാമത് എടുത്താ പോലെ. പിന്നെ കോച്ച് ഇവനെ തൽക്കാലം ആ സെല്ലിനകത്ത് തന്നെ ഇട്ടേരെ. മിസ്റ്റർ എക്സിന്റെ ആളെ വരാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ஓகே, நம்ம அப்ப செல்லில் இட்டுட்டு போவோம். வா தங்கம், வாடா. உனக்கு இன்னும் உன்னோட எலி எல்லாமே உன்னதான் தேடிக்கிட்டு இருக்கு போல. எலி, எறும்பு. നിങ്ങളെ വണ്ടിയിൽ വിട്ടോ, ഞാൻ